മൺഡേ കമൻറ്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മൺഡേ കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ കമൻറ്റ് മുഹമ്മദ് സിറാജ് എന്ന ആളുടെയാണ്. ഇലക്ട്രോണിക്സ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന അത്യാവശ്യം ക്വാളിറ്റിയുള്ള 12 വോൾട്ട് SMPS ഒക്കെ പറയുന്ന ആംബിയർ കിട്ടുമോ? ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് 5 ആംബിയർ ആണ്. ഇതിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും അത്രയും ക്വാളിറ്റി ഉള്ളതിനൊക്കെ ഒരു 5 ആംബിയർ എന്ന് പറയുമ്പോൾ 5-ന് എന്തായാലും കിട്ടായിരിക്കും. ഒരു 90% ഇപ്പോൾ 10 പീസ് ഉണ്ടെങ്കിൽ അതിൽ 9 ടൈപ്പ് ഐറ്റവും 5 ആംബിയർ എന്ന് പറഞ്ഞാൽ 5 ആംബിയർ കിട്ടിയിട്ട് എനിക്ക് അനുഭവമില്ല. ഒരു 3 സംതിങ് അങ്ങനെ കിട്ടുന്നേ ഉള്ളൂ. പീക്കിൽ തന്നെ 3 സംതിങ് 4ൻ്റെ അടുത്ത് കിട്ടിയിട്ട് എനിക്ക് അനുഭവമുള്ളൂ. അതായത് പീക്കിൽ ഡ്രെയിൻ ചെയ്യുമ്പോൾ പോലും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു റിവ്യൂവോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ മറ്റോ നോക്കിയിട്ട് ആ റിവ്യൂവിലൂടെയുള്ള ആ ഒരു പ്രോഡക്റ്റ് ഏതാണോ അത് ആ സെല്ലറിൽ നിന്ന് ആ സാധനം തന്നെ വാങ്ങുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇപ്പോൾ നാട്ടിൽ വിൽക്കാൻ കിട്ടുന്ന സാധനമായാലും അതിനെ പറ്റിയുള്ള എന്തെങ്കിലും റിവ്യൂ ഉണ്ടാവും, ആ എക്സ്പീരിയൻസ് ചെയ്ത ആളുകളുടെ അഭിപ്രായം. അപ്പോൾ അവരുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് വാങ്ങുന്നതാണ് ശരിക്കും നല്ല കറക്റ്റായിട്ട് ആവശ്യം അതായത് ഉപയോഗമുള്ള ആളുകൾക്ക് അത് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ. അപ്പോൾ അതെന്താ വെച്ചാൽ അതാകുമ്പോൾ അവർ കൃത്യമായിട്ട് പറയും എന്താണ് എനിക്ക് ഉണ്ടായ അനുഭവം. എനിക്കിത് വാങ്ങിയിട്ട് ഇപ്പോൾ 5 ആംബിയറിൻ്റെ ആവശ്യം വന്നപ്പോൾ എനിക്ക് അവിടെ ഡ്രോപ്പ് ഉണ്ടായി, അല്ലെങ്കിൽ ഇത് 5 ആംബിയർ പക്ക, അല്ലെങ്കിൽ ആ 5 ആംബിയറിൻ്റെ ഒരു ഉപകാരം എനിക്ക് ഉണ്ടായി എന്നുള്ള ആ റിവ്യൂ കിട്ടിയാൽ ആ സാധനം വാങ്ങുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നാട്ടിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും ഓൺലൈനിൽ വാങ്ങുകയാണെങ്കിലും. അടുത്ത നമ്മുടെ ജീവൻ വിഷ്ണു PS എന്നുള്ളതാണ്. ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്ന സൂപ്പർ ആംപ്ലിഫയർ ബോർഡ് ഏതാണ്? ഒരു വീഡിയോ ചെയ്യാമോ? അപ്പോൾ അതിനും അത് മുൻപ് പറഞ്ഞ അതേ ഒരു സ്വഭാവം തന്നെയാണ് ഈ സെലക്ട് ചെയ്യേണ്ടത്, ഈ സെലക്ട് ചെയ്യുന്ന രീതി. അതായത് നമ്മളിപ്പോൾ ഒരു ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ എവിടെയായാലും അതിൽ ഈ അധികം ആളുകളും ഈ ബെസ്റ്റ് സെല്ലർ നോക്കി വാങ്ങും. എല്ലാ ബെസ്റ്റ് സെല്ലറിലും കിട്ടുന്ന പ്രോഡക്റ്റ് കറക്റ്റ് നല്ലൊരു സാധനം ആയിരിക്കണം എന്ന് നിർബന്ധമല്ല. കാരണം അവർ അഡ്വർടൈസ് ചെയ്തോ പ്രൊമോട്ട് ചെയ്തോ ആ ബെസ്റ്റ് സെല്ലർ എന്ന നിലയിൽ എത്തിയതായിരിക്കാം. അത് എത്ര നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് അല്ലേ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബെസ്റ്റ് യൂസർ റിവ്യൂ ഉള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് നോക്കിയിട്ട് സ്റ്റാർ മാത്രം നോക്കിയാൽ പോരാ, റിവ്യൂസ് വായിച്ചിട്ട് തന്നെ ഈ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ സാധനം എടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം ബെസ്റ്റ് ഓൺലൈൻ ബൈയിങ് ഏതാണ് ഉള്ളത് ഞാനൊന്ന് ചെക്ക് ചെയ്യണം. കാരണം ഞാൻ ഏറ്റവും കൂടുതലായിട്ട് വാങ്ങിയിട്ടുള്ളത് ഡയറക്റ്റ് ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ഓൺലൈനിൽ വാങ്ങേണ്ട ആവശ്യം വരുന്നത് വല്ലപ്പോഴും വളരെ അപൂർവമായിട്ട്. പവർ ബോർഡൊന്നും ഞാൻ വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല, നമ്മളൊക്കെ ഇവിടെ അസംബിൾ ചെയ്തെടുക്കുകയാണ്. പിന്നെ ക്ലാസ് D പോലത്തെ മറ്റെന്തെങ്കിലും നമ്മളിവിടെ വാങ്ങേണ്ട ആവശ്യം വരുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അധികം ഈ ചെറിയ ഈ പ്രിയാമ്പ് സെക്ഷൻസ് അതുപോലെ ബ്ലൂടൂത്ത് പാനലുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള റിവ്യൂസ് നോക്കി എടുക്കുക തന്നെയാണ് ഈ ഒരു കാര്യത്തിലും എനിക്ക് പറയാനുള്ളത്. ആംപ്ലിഫയർ ബോർഡ് അല്ല ഏത് സാധനമായാലും ഓൺലൈനിലായാലും എവിടെ നിന്ന് വാങ്ങായാലും അത് അങ്ങനെ തന്നെ വാങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്ത കമൻറ്റ് നയൻസ് എന്ന ചാനലിലാണ്. ചേട്ടാ പ്ലീസ് മൺഡേ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും ഉൾപ്പെടുത്തണേ. 24 വോൾട്ട് 5 ആംബിയർ ഉള്ള ഒരു പവർ സപ്ലൈ റെഗുലേറ്റർ IC ഉപയോഗിച്ച് 12 വോൾട്ടായി കുറയ്ക്കുമ്പോൾ ആംബിയർ കുറയുമോ? ആംബിയർ കുറയുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ റെഗുലേറ്റർ IC 1 ആംബിയർ മാക്സിമം സപ്പോർട്ട് അങ്ങനെ പറയാം. അപ്പോൾ ആ 1 ആംബിയറിൽ ഇപ്പോൾ അപ്പുറത്ത് എത്ര തന്നെ ആംബിയർ ഉണ്ടെങ്കിലും ഈ 1 ആംബിയറിൽ കൂടുതൽ ഇതിന് റെഗുലേറ്റ് ചെയ്ത് പുറത്തേക്ക് വിടാൻ കഴിയില്ല എന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. ആ 1 ആംബിയറിൽ കൂടുതൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആംബിയർ കുറയുമോ എന്ന് ചോദിച്ചാൽ 1 ആംബിയർ എന്ന് പറഞ്ഞാൽ 1 ആംബിയർ അതിന് കിട്ടും. അപ്പം 12 വോൾട്ട് റെഗുലേറ്റ് ചെയ്യുമ്പോൾ 1 ആംബിയർ കുറയുമോ എന്ന് ചോദിച്ചാൽ കുറയും, 1 ആംബിയറിലേക്ക് കുറയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത കമൻറ്റ് വിജേഷ് S എന്ന ആളുടെയാണ്. ശക്തി പ്രോലോജിക് 5.1 ബോർഡിൽ ഇൻപുട്ട് കൊടുത്ത് ഫ്യൂ മിനിറ്റ്സിൽ ഹമ്മിങ് വരുന്നുണ്ട് സബ് ഓഫർ സെക്ഷനിൽ നിന്നും. അത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ സൗണ്ട്ട്രോൺ പ്രോലോജിക് ബോർഡ് അതേപോലെ തന്നെ ഇപ്പോൾ ശക്തി പ്രോലോജിക് 5.1 ബോർഡ് ഇതെല്ലാത്തിനും ഏകദേശം ഒരേ സർക്യൂട്ടാണ് വരുന്നത്. 5.1ൽ 5 ചാനൽ വളരെ ക്ലീനാണ്, വളരെ അടിപൊളിയാണ്. ഓക്കെ, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ബേസ് ട്രിബിൾ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഓക്കെ. നമുക്ക് സബ് ഔട്ടിൽ കുറച്ച് കഴിയുമ്പോഴും ചില സമയം ഓൺ ആക്കുമ്പോൾ തന്നെ അത് ചില സമയത്ത് ഹമ്മിങ് വരാറുണ്ട്. ഹമ്മിങ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തോതിൽ എന്ന് പറഞ്ഞ ഒരു സൗണ്ട്, ഒരു ഹമ്മിങ് നോയ്സ് പോലെ. ഹമ്മിങ് എന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ഹമ്മിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എർത്തിൻ്റെ മറ്റൊക്കെ സൗണ്ട് ആയിരിക്കുമല്ലോ, ഇതൊരു തരം നോയ്സ് അവിടെ ജനറേറ്റായി വരിക അങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് ഏത് തരത്തിലും അത് ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാനിപ്പോൾ കൊടുത്തിരുന്ന എല്ലാ പ്രോലോജിക് ബോർഡുകളുടെയും സബ് ഔട്ട് ഞാൻ തന്നെ സെപ്പറേറ്റ് ഒരു സബ് ഫിൽറ്റർ വെച്ചിട്ട് വേറെ തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് സബ് ഔട്ട് എടുക്കുമ്പോഴാണ് ആ കുഴപ്പം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് അതായത് സെപ്പറേറ്റ് ഒരു സബ് ഫിൽറ്റർ ഇട്ടിട്ട് നമ്മൾ സബ് ഔട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല പരിപാടി. അല്ലാതെ ആ സർക്യൂട്ട് തിരുത്താൻ ഇപ്പോൾ ഞാനിതുവരെ ചെക്ക് ചെയ്ത് അതിൻ്റെ വയ്യാലെ പോയില്ല. നമ്മൾ പുതിയ വാങ്ങുന്നൊരു ബോർഡിൽ ആ ഒരു ഡിഫക്റ്റ് കാണുമ്പോൾ അത് നന്നാക്കി കുത്തിരിക്കാൻ നേരമില്ലല്ലോ, നമുക്ക് അടുത്ത പരിപാടി സോൾവ് ആക്കി കൊണ്ടുപോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോകാം. അടുത്ത കമൻറ്റ് ഫിയർലെസ് GT എന്ന ചാനലിലാണ്. ഈ സാധനം മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ പുതിയ ഒരു കുക്ക് ടോപ്പ് മേടിക്കാം, എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്?
അതായത് ഇൻഡക്ഷൻ കുക്കറിൽ ബോർഡ് മാറ്റുന്നതിന് പറ്റിയാണ് പറയുന്നത്. അതായത് പുതിയൊരു ഇൻഡക്ഷൻ കുക്കറിന് ഏറ്റവും കുറഞ്ഞത് ഒരു 1500-1600 റേഞ്ച് വരും. ഏറ്റവും ഏറ്റവും ഉടായ്പ തട്ടിപ്പ് ആ സാധനത്തിന് ഒരു 1500-1600 റേഞ്ച് വരും. നമ്മൾ ആ വീഡിയോയിൽ ചെയ്ത ആ ബോർഡിൻ്റെ വിലയോ അതിൻ്റെ 550 രൂപ. അപ്പോൾ 550 രൂപയ്ക്ക് ഒരു ഇൻഡക്ഷൻ കുക്കർ നിലവിൽ വർക്കിംഗ് ആയി കിട്ടിയാൽ, അതായത് വളരെ നല്ല പുതിയ ബോർഡ് ഇട്ടിട്ട് പിന്നെ കേട് വരുമൊന്നുമില്ല. അത് 1 വർഷം 2 വർഷം 1.5 വർഷമൊക്കെ ഓടിയ ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട് അങ്ങനത്തെ ബോർഡുകൾ ഇട്ടിട്ട്. ഇപ്പോഴും ഞാൻ അന്ന് മാറ്റിയ എൻ്റെ വീട്ടിലെ സാധനമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മൊത്തം കത്തിപ്പോയി പ്രസ്റ്റീജിൻ്റെ ഒരു സാധനമാകുമ്പോൾ ആലോചിച്ചറിയാലോ അത് എത്രത്തോളം റിസ്ക്കാണ് സർവീസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ റിസ്ക് സർവീസ് ചെയ്തെടുത്ത് പിന്നെയും വേണമായപ്പോൾ എൻ്റെ ശേഷമാണ് ഫാസ്റ്റാക്കാൻ വേണ്ടി ബോർഡ് മാറ്റി. 550 രൂപയ്ക്ക് ബോർഡ് മാറ്റുന്നതാണോ 1600 രൂപ കൊടുത്ത് പുതിയൊരു ലോക്കൽ വാങ്ങുന്നതാണോ ഏറ്റവും നല്ലതെന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ സാമ്യം കമൻസാണ് ഞാൻ ഈ പ്രാവശ്യം എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഇതിനകത്ത് മറ്റൊരു കമൻറ്റ്, സൈഗാഥം ഭൂമി എന്നാണ് ചാനലിൻ്റെ പേര്. എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുന്നത്? മൈക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം മൊഡ്യൂൾ ഉപയോഗിച്ചാൽ പോരെ, ഒരു മോഡിഫിക്കേഷനും ആവശ്യമില്ല. അത് വന്നത് ലോ കോസ്റ്റ് കരോക്കെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇങ്ങനത്തെ ബ്ലൂടൂത്ത് പാനൽ വെച്ചിട്ട് മൈക്ക് കണക്ഷൻ ഏതൊരു ആംപ്ലിഫയറിലും എടുക്കാമെന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ആ വീഡിയോയിൽ പറയുണ്ടായി. അപ്പോൾ എന്താ വെച്ചാൽ കുറേ പേര് ഇപ്പോഴും ഈ അടുത്ത ദിവസം വരെ, കഴിഞ്ഞ ദിവസം വരെ എൻ്റെ ആംപ്ലിഫയറിൽ മൈക്കില്ല, മൈക്ക് ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവർക്കുള്ളൊരു പരിഹാരമായിട്ടാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ആംപ്ലിഫയറിനകത്ത് ഈ ടൈപ്പ് ബ്ലൂടൂത്ത് പാനൽ നിലവിലുണ്ട്. ഈ സെയിം ടൈപ്പ് പഴയ മോഡൽ വയറിൻ്റെയൊക്കെ ബ്ലൂടൂത്തുകൾ നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഇപ്പോൾ ലേറ്റസ്റ്റ് മൈക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാനൽ വാങ്ങി ആഡ് ചെയ്താൽ സിമ്പിൾ മൈക്ക് സപ്പോർട്ടായി. അതേസമയം ഇപ്പോൾ പറഞ്ഞ പല ലേറ്റസ്റ്റ് മൊഡ്യൂളുകളും ഇഷ്ടംപോലെ വരുന്നുണ്ട് വിത്ത് മൈക്ക് സപ്പോർട്ട്, മൈക്ക് സോക്കറ്റ് അടക്കം. ഒന്നും ഫിറ്റ് ചെയ്യണ്ട, ഡയറക്റ്റ് പാനൽ കണക്ട് ചെയ്യുന്നു, 5 വോൾട്ട് കൊടുക്കുന്നു, ഓഡിയോ ഔട്ട് എടുക്കുന്നു, നമ്മൾ മൈക്കയിൽ കണക്ട് ചെയ്താൽ മൈക്ക് വർക്കിംഗ് ആയി. മൈക്കിന് പാനലിൻ്റെ മുകളിൽ തന്നെ മൈക്ക് സോക്കറ്റ് ഉണ്ട്. അപ്പോൾ അത്രയും സിമ്പിളാണ്. അത് ഇങ്ങനെയുള്ള നിലവിൽ ഈ തരം കട്ടിങ്ങുള്ള ആ ബോർഡ് പാനലുകളുള്ള സ്ഥലത്ത്, ചില പാനലുകളുള്ള സ്ഥലത്ത് നമുക്ക് ഈ വാങ്ങുന്ന ചില പാനലുകൾ സൂട്ടാവില്ല. അപ്പോൾ അവിടെ കട്ടിങ് കുറച്ച് മാറ്റം വരുത്തേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള പാനലിൽ കാണിച്ചത്. അതിൽ ഞാനതിൽ പറയുണ്ടായി, ഈ തരം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആ തരത്തിൽ മൈക്ക് കണക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ശരിക്കും കാണാം. അപ്പോൾ അടുത്ത നമ്മുടെ റോയൽ മാക് ടോട്ടൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് എന്ന ചാനലിൻ്റെയാണ്. കൂടുതലും ബാക്കി വന്ന ബോണസ് സാധനങ്ങളാണല്ലോ. അതായത് നമ്മളെ ടേബിളിൻ്റെ മുകളിലുള്ള അവസ്ഥയാണ്. ഇപ്പോൾ ടേബിളിൻ്റെ മുകളിലുള്ള അവസ്ഥയെ കാണിച്ചു തരാം. ഇതൊരു കുന്നു കൂട്ടിയിട്ടേക്കാണ്. അതായത് ഒരു അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. അതായത് ഈ ഒരു സംഭവത്തിൽ അച്ചടക്കം ഇത് ഇങ്ങോട്ട് എടുത്ത് വെച്ചാലും ഇത് രണ്ടാമത് ആവശ്യം വരും. അതായത് ഇന്നിപ്പോൾ എടുത്ത് വെച്ചാൽ നാളെ രാവിലെ ചിലപ്പോൾ ആവശ്യം വരും, ചിലപ്പോൾ നാളെ 10 പ്രാവശ്യം ആവശ്യം വരും, ചിലപ്പോൾ 3-4 ദിവസം കഴിഞ്ഞിട്ട് ആവശ്യം വരുള്ളൂ. പക്ഷേ ആ സമയത്ത് ഉള്ളിൽ നമ്മൾ എന്തൊക്കെയോ വർക്ക് ചെയ്ത് അതിന് മേലെ പോയിട്ടുണ്ടാവും. ഇത് പഠിച്ചത് ഇങ്ങനെയാണ്. ഇനി അത് തിരുത്തി കൊണ്ടുവന്ന് അച്ചടക്കമൊക്കെ പഠിച്ച് ഓരോ ടൂൾസും ഓരോ സ്ഥലത്ത് വെച്ച് ഓരോ പാർട്സും അന്നന്ന സ്ഥലത്ത് വെച്ച് പഠിക്കണം എന്ന് പറഞ്ഞാൽ പഠിക്കണം. അത് മെനക്കെട്ട് വേണ്ടി ട്രെയിൻ ചെയ്ത് പഠിക്കണം. എന്നാൽ ഈ ടേബിൾ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, നല്ല വൃത്തി ഉണ്ടാവും. പഠിക്കാത്തടത്തോളം കാലം ഈ കോലത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് തിരഞ്ഞു കുഴങ്ങിയത്, ഒരു ടീച്ചർ തിരഞ്ഞു കുഴങ്ങിയത്. അപ്പോൾ അത് പലർക്കും ഉള്ള അനുഭവം എന്നുള്ളത് നമ്മളെ കമൻസിൽ അറിയാം. അത് ഒരു കാര്യം അറിയാനുള്ള ആകാംക്ഷയുടെ സമയത്ത് ഇത് അച്ചടക്കത്തോടെ എടുത്തു വെക്കാനൊന്നും സമയം ചിലവ് കിട്ടില്ല. നമ്മളത് കണ്ടെത്താനുള്ള ആ ഒരു ആവശ്യത്തിലായിരിക്കും. അപ്പോൾ എന്താ അന്നേരം കിട്ടുന്ന അതാണ് നമ്മുടെ ടൂൾ എന്നാണ് എൻ്റെ അഭിപ്രായം, അല്ലേ? അടുത്ത ഓൺ ഗിയോ വിത്ത് വാർഫഡേൽ എന്ന് പറഞ്ഞ ഷോർട്സിൽ നമ്മൾ പ്ലേ ചെയ്ത ആ ട്രാക്ക് നെയിം എന്താണെന്ന് ചോദിച്ച് ആരിഫ് മുന്നോസ് എന്ന ആളാണ് ചോദിച്ചത് ട്രാക്ക് നെയിം എന്താണെന്ന്. അപ്പോൾ അതിൽ ഉപയോഗിച്ച ട്രാക്ക് എന്ന് പറഞ്ഞാൽ അത് NCS മ്യൂസിക് എന്ന് പറഞ്ഞ് യൂട്യൂബിലൊരു നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് ചാനലുണ്ട്. നിങ്ങൾക്ക് അടിച്ചു നോക്കാം. അതിൽ അടിപൊളി കുറേ മ്യൂസിക്കുകളുണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കുറേ ആയിട്ട് ചില സമയത്തൊക്കെ ചെക്കിങ്ങിന് എടുക്കുന്നത്. ഒരുവിധം യൂട്യൂബേഴ്സ് മൊത്തം ആ മ്യൂസിക് വെച്ചാണ്, ആ ചാനൽ മ്യൂസിക് വെച്ചാണ് ഈ ഓഡിയോ ഐറ്റംസൊക്കെ ചെക്ക് ചെയ്യുന്നത്. കാരണം ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും നല്ല സിനിമേൻ്റെ മറ്റൊക്കെ മ്യൂസിക് എടുത്ത് പ്ലേ ചെയ്താൽ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും. കോപ്പിറൈറ്റ് അടിച്ചാൽ ആ ചാനലിന് ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ക്ഷീണം വരാതെ ഇത്രയും കാലത്തിന് ശേഷം 2 വർഷം ചില്ലാനായിട്ട് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ഒരു ക്ലെയിം പോലും വരുത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലെയിം ഒരു പ്രാവശ്യം മ്യൂസിക്കിന് വന്നു, ഞാൻ ആ ഭാഗം കട്ട് ചെയ്തു. അപ്പോൾ ക്ലെയിം പോയി. ഒരു ക്ലെയിമും നിലനിർത്താതെ ഞാൻ ചാനൽ കൊണ്ടുവരും. കാരണം ഒരുപാട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ച് അതിൽ ഫസ്റ്റ് അടിച്ച ആളാണ് ഞാൻ കോപ്പിറൈറ്റ് സ്ട്രൈക്കിൽ. അങ്ങനെ ചാനലുകൾ കളഞ്ഞ് തുടങ്ങിയ ചാനലാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനത് ആ രീതിയിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. പിന്നെ ചില മ്യൂസിക്കുകൾ ഞാൻ ഇവിടെ തന്നെ ചില ആപ്പൊക്കെ വെച്ച് തട്ടി കൂട്ടും. ചില മ്യൂസിക് നമ്മൾ എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്തും. അപ്പോൾ ഒന്നും ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൂ. ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ അതുപോലെ ആ NCS ചാനലിൽ നിന്ന് എടുക്കുക. അതിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അതിൽ ഇഷ്ടംപോലെ മ്യൂസിക് എല്ലാ ആഴ്ചയിലും ഉണ്ടാവും, അപ്ഡേഷൻ ഉണ്ടാവും.
അപ്പോൾ ലാസ്റ്റ് കമൻറ്റാണ് നമ്മളെ അടിപൊളി കമൻറ്റ്. അതായത് ARJ ഗെയിമിംഗ് എന്ന ചാനലിൻ്റെയാണ്. നമ്മളെ ബ്ലൂടൂത്ത് സ്പീക്കർ മാർഷൽ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ആ ഷോർട്ട് വീഡിയോയിൽ ഒന്നാണ്. അപ്പോൾ റോളക്സ് അന്നെ നന്നാക്കാൻ തന്നതാണോ? അപ്പോൾ ആ സീൻ എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ അത് നമുക്ക് ആ ഒരു കാര്യം കൊണ്ടായിരിക്കും ആ വീഡിയോക്ക് ഇപ്പോൾ വളരെ കൂടുതൽ വ്യൂസ് ആയിട്ടുണ്ട്. ഒരു 2-3 ലക്ഷത്തോളം വ്യൂസ് ആവാനായിട്ടുണ്ട്. അപ്പോൾ അത്രയും വ്യൂസ് കിട്ടാൻ കാരണം ഒരു കാര്യം അതാണ്. ഒന്നതിനകത്ത് നമ്മളെ കണ്ടൻറ്റ് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനോട് യോജിച്ച് വന്ന ആളുകൾ കുറേ പേര് ആ ഒരു വേർഡ് മാർഷൽ എന്നുള്ള ആ വേർഡ് ഇതിങ്ങനെ തന്നെയാണോ പറയുന്നത് എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് തെറ്റാന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് ആ വീഡിയോയിൽ എന്തോ കാരണം കൊണ്ട് മാർഷൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ മാർഷൽ എന്നാണ് തോന്നുന്നു പറയുന്നത് ശരിക്കും. അതിന് ഓരോ സ്ലാങ്ങിൽ ഓരോ തരത്തിലാണ് പറയുന്നത്, അതൊക്കെ വിടുക. എന്തായാലും സംഗതി ഉദ്ദേശിച്ചത് അതാണ്. അപ്പോൾ അത് നന്നായി തന്നാണെന്ന് വെച്ചാൽ അതുപോലെ റോളക്സ് എണ്ണം തന്നെയാണ് നന്നായി തന്നെ. എന്തോ കാരണം കൊണ്ട് അത് വെള്ളത്തിൽ വീണുപോയി. വെള്ളത്തിൽ വീണു എയറോൾ കൂടി വെള്ളം കയറി. എയറോൾ ഇല്ല, മറ്റേ വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്തായാലും അതിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അതിനകത്ത് എയറോളുടെ അതിലൂടെ വെള്ളം കയറിയിട്ടുണ്ട്. അതിനകത്ത് ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് ആ തന്നവർ പറഞ്ഞത്. ആ ഫുള്ള് വെള്ളം ഒഴിവാക്കി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ബാറ്ററി കൂട്ടിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ IC-കൾ ഔട്ട്പുട്ട് ബോർഡൊക്കെ കംപ്ലയിൻറ്റ് വന്ന് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് സർവീസ് ചെയ്തെടുക്കാൻ എന്താ സ്ഥിതി എന്നറിയില്ല. അപ്പോൾ റോളക്സ് അണ്ണനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ സാധ്യത ഉള്ളൂ, ചിലപ്പോൾ ശരിയാവില്ല, അപ്പോൾ വേറെ നോക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല വിലയുള്ള ഐറ്റമാണ്, 10-30 റുപ്യ വില ഉള്ളതാണ്. എന്തായാലും എന്ത് പറ്റിയാലും ഇങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ, സഹിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ശരിയാവുമായിരിക്കും, ചെക്ക് ചെയ്യുന്നുണ്ട്, പരിഹരിക്കുന്നുണ്ട്. അപ്പോൾ റെഡി ആവുകയാണെങ്കിൽ നമുക്ക് അതിനെ പറ്റി കാര്യങ്ങൾ അവതരിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ മണ്ടേ ബോക്സിൽ ഇത്രയും കുറച്ച് ചെറിയ കമൻസ് ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കമൻസ് ഇടാൻ പറ്റിയില്ല, അത് ഇതുപോലെ തിരക്കിൻ്റെ ഒരു കാരണം, പിന്നെ വേറെ ചെറിയൊരു പഴയ ആ പെരുക്കിൻ്റെ ഒരു കാരണം ഇപ്പോഴും ഉണ്ട് കുഴപ്പം. പക്ഷേ അത് വെച്ചും കൊണ്ട് തന്നെയാണ് എല്ലാ വർക്കും ചെയ്യുന്നത്. നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് ഡിലേ വരുന്നു. വലിയ വീഡിയോസ് ഒരുപാട് കുറഞ്ഞിട്ട് ഷോർട്സിലേക്ക് മാത്രമായതും കാരണം കൊണ്ടൊക്കെയാണ്. അപ്പോൾ അടുത്ത മണ്ടേ ബോക്സ് അടുത്ത തിങ്കളാഴ്ച തന്നെ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.